വിപിൻ, എറണാകുളം ജില്ലയിൽ പൊതുവെ സ്ഥിതി എങ്ങനെയായിരുന്നു? വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോളിംഗ് ശതമാനം എങ്ങനെയുണ്ടായിരുന്നു? ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആ ഒരു സമയത്ത് കണ്ടിട്ടുള്ള ആവേശം അത് ഇന്ന് വോട്ടെടുപ്പ് ദിനത്തിലും എറണാകുളത്ത് ദൃശ്യമായി. രാവിലെ മുതൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം ഉയർന്ന് കണ്ടു. എല്ലായിടത്തും തന്നെ അത്യാവശ്യം നല്ല തിരക്ക് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് വരുമ്പോൾ ഇതുവരെ, അതായത് 7:30 വരെ 74.51% എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിക്കുന്നത്. കഴിഞ്ഞ തവണ 2020 77% എറണാകുളത്ത് ടോട്ടൽ ആയിട്ടുള്ള കണക്ക്. അപ്പോൾ ഒരു 3% കുറവ് നിലവിലുണ്ട്. പക്ഷേ അത് അടുത്തതിലൊരു അപ്ഡേറ്റ് വരുമ്പോൾ അത് മാറും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ കോർപ്പറേഷൻ്റെതിൽ 62% കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനം. ഇപ്രാവശ്യവും 62 തന്നെയാണ്. അതായത് വലിയൊരു ശതമാനത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അത് മുനിസിപ്പാലിറ്റികളിലേക്ക് പോകുമ്പോൾ അത് 80%, അത് മൂവാറ്റുപുഴയിൽ ഏറ്റവും കൂടുതലുണ്ട്. നോർത്ത് പറവൂരിൽ 78%, ബ്ലോക്കിൽ വാഴക്കുളത്ത് 81%. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. 2 സ്ഥലത്ത്, അതായത് പള്ളുരുത്തിയിലെ 2 സ്ഥലത്ത് കള്ളവോട്ട് നടന്നു എന്നുള്ള പരാതി വന്നു. അതിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിറവത്ത് ഒരു പഞ്ചായത്തിന്റെ വാർഡിൽ അവിടത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന CS ബാബു ഇന്ന് രാവിലെ അന്തരിച്ചു. ആ പ്രദേശത്തെ വോട്ടെടുപ്പ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ബ്ലോക്കിലേക്കും മറ്റ് ഡിവിഷനിലേക്കുമുള്ള വോട്ടെടുപ്പ് അവിടെ നടക്കുകയും ചെയ്തു. പൊതുവെ സമാധാനപരം തന്നെയായിരുന്നു എറണാകുളത്തെ പൊതുവായിട്ടുള്ള ഒരു ചിത്രം. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഈ വൈകുന്നേരം കിഴക്കമ്പലത്ത് അവിടുത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകരെ LDF UDF പ്രവർത്തകർ മർദ്ദിക്കുകയും അവിടുന്ന് കയ്യേറ്റത്തിനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയും പിന്നീട് പോലീസ് ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ 2020യും CPM തമ്മിലുള്ള ഒരു വാക്പോരിലേക്ക് ആ ഒരു വിഷയം മാറിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഇപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ പൊതുവെ അങ്ങനെ ആവേശത്തോടു കൂടി തന്നെ ഈ വോട്ടെടുപ്പ് എറണാകുളത്തും പൂർത്തിയായി. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. 7 ജില്ലകളിൽ വോട്ടെടുപ്പും 7 ജില്ലകളിൽ കുട്ടിക്കലാശവുമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.